എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ചില മാറ്റങ്ങൾ വീഡിയോ ഇന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളങ്ങോട്ട് മുങ്ങിപ്പോകരുത് എന്ന് അപേക്ഷിക്കുവാനും, ഇത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ചിലയിടത്ത് ജനഗണമന മാത്രം മതിയെന്നും, ചിലയിടത്ത് വന്ദേ മാതരം മതിയെന്നും, വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലാൻ പാടില്ല എന്നും, വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലുന്നിടയ്ക്ക് നിർത്താൻ പറയുന്നതായിട്ടും, നിർത്താൻ പറഞ്ഞതല്ല ഞങ്ങൾ കസേര കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ തല്ലുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. എന്തുകൊണ്ട് AICC ആസ്ഥാനത്ത് ശക്തമായിട്ട് സംഘപരിവാർ അജണ്ടകൾ എതിർക്കുന്നു എന്ന് പറയുന്ന ആ ടീമിൻ്റെ അവിടെ പരിപൂർണമായിട്ടും അത് ചൊല്ലി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന് മുമ്പേ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചില രസകരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ഈ അടുത്ത കാലത്ത് ചാനൽ ചർച്ചകളിലേക്ക് ചാനലിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരാൾ ശ്യാമിലി ശശിധരൻ എന്ന് പറയുന്ന ഒരാളാണ്. കണ്ണായോ ഞാൻ പോരാട്ടാ. ശ്യാമിലി ശശിധരൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വാക്ക് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിലും വായിച്ചു തരാം. കടക്ക് പുറത്ത് പറഞ്ഞതിൻ്റെ പേരിൽ പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ലൈറ്റായ ഒരു ഡിജിറ്റൽ അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റ് അടക്കം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 അങ്ങനെ തന്നെ പറയാം. 2 അതവിടെ കിടക്കട്ടെ. കേരളത്തിൽ ആദ്യമായിട്ട് BJPക്കാര് നിലവിലുള്ള ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തിയത് S. സുരേഷ് എന്ന് പറയുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ ദിവസം വന്ദേ മാതരം മുഴുവനായി പാടിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നുള്ള ഭീഷണിയാണ്. അപ്പോൾ കാണാം നമുക്കെന്നായിരുന്നു നമ്മുടെ S. സുരേഷ് കുമാറിന്റെ ഭീഷണി. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ, നിങ്ങൾ അങ്ങനെ തന്നെ ആലോചിക്കൂ, ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇതിനെ എതിർത്തുകൊണ്ട് താൻ പോടോ എന്നെങ്കിലും പറയാനുള്ള ആർജവം, നട്ടല്, അന്തസ് കാണിച്ചിരുന്നു വെച്ചു കഴിഞ്ഞാൽ സോറി ഇല്ല. പക്ഷേ ഒരു മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് KT ജലീൽ എന്നാണ്. വിരട്ടലും ഭീഷണിയൊന്നും കേരളത്തിൽ വേണ്ട കേട്ടോ എന്നാണ് ഇന്നലെ KT ജലീൽ പറഞ്ഞത്. ഗംഭീരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ അഭിമാനിക്കണം. ഒരാളെങ്കിലും ഉണ്ടായില്ലേ എന്നുള്ളതുകൊണ്ട് അഭിമാനിച്ചേ ഒക്കൂ. ഈ കേരളത്തിൽ ആദ്യമായിട്ട് BJPക്കാർ നിലവിലുള്ള ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഇവന്മാരൊന്നും മനസ്സിലേ പൊന്തിച്ചിരുന്നില്ല, അതടിച്ച് താത്തപ്പെട്ടിരുന്നു. ഇപ്പൊ പൊന്തി തുടങ്ങി. 2 നമ്മുടെ വീടുകളെല്ലാം PMAY വീടുകൾ നമുക്ക് കിട്ടുമല്ലോ ഗവൺമെന്റ് സഹായത്താൽ. ആ സഹായത്തെ നൽകുന്ന വീട് നമുക്ക് 5 പൈസ കൊടുക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഇനി 1 ലക്ഷം രൂപ നമ്മൾ കൂടി ഇറക്കണം, എന്നാൽ അത് കിട്ടൂ. എങ്ങനെയുണ്ട് പുതിയ മാറ്റം? എല്ലാവർക്കും ഇഷ്ടമായോ? ആ ചിരിക്കുന്ന മാറ്റം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇനി ഈ മാറ്റത്തിനൊക്കെ എല്ലാം കൂടി ഒപ്പുവെക്കുന്ന ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് ഒരു KM ഷാജി എന്നാണ്. അദ്ദേഹം ഒരു മടിയും കൂടാതെ പറയുന്നുണ്ട്. എന്താ ഒപ്പുവെച്ചാൽ എന്താണ് എംബ്ലം വെച്ചാൽ? ഒരു പേര് ഒരു വീടിന്റെ മുമ്പിൽ എഴുതിയിട്ടാൽ എന്താ പ്രശ്നം? ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ പേരുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. എന്തുകൊണ്ടില്ല? ഒരു കണക്ക് വന്നിട്ടുണ്ട്, നോക്കാപ്പിന്റെ കണക്ക്. 81,93,491 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,81,00,000 തുക ഉള്ള മനുഷ്യരാണ് KM ഷാജി. 3 കോടി. അപ്പൊ അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹത്തിന് ഒരിക്കലും മലയാളികളുടെ ആത്മാഭിമാനത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഇന്നലെ നടന്ന സംഭവമാണ്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പരിശോധനയിൽ ഏകദേശം 14 പരിശോധനകൾക്ക് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് ഫീസ് ഏർപ്പെടുത്തി. ഒരാളും പ്രതികരിക്കാനുണ്ടായില്ല. ഒരു കോൺഗ്രസ്സുകാരും പ്രതിഷേധിക്കാനുണ്ടായില്ല. അവരെങ്ങനെ പ്രതിഷേധിക്കും അല്ലേ? അല്ലെങ്കിലേ പ്രതിഷേധിക്കില്ല. പക്ഷെ ഇന്നലെ പ്രതിഷേധിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ എന്ന് പറയാം. റിയാസ് മിനിസ്റ്റർ അടക്കം അവിടെ പോയിട്ട് പ്രതിഷേധിച്ചു. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പരിപാടി മാറ്റപ്പെട്ടു. നാട്ടുകാരെ നിങ്ങളിത് വല്ല അറിയുന്നുണ്ടാ? അറിയില്ല. ഇതൊന്നും മാധ്യമങ്ങൾ വരില്ല. ഇതൊന്നും മാധ്യമങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്യില്ല. കടുവെട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു.
1 ലക്ഷം കൂടി നമ്മൾ എടുക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത് എന്ത് ഡീലിൻ്റെ ഭാഗമായിട്ടാണ്, എന്ത് ചിരിയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്കറിയില്ല. കേന്ദ്രത്തിൻ്റെ ലോഗോയും വയ്ക്കണം. അപ്പോൾ ലൈഫ് ഏകദേശം തീർന്നു അർത്ഥം. 1 ലക്ഷം മുടക്കാനില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയിൽ വീടും കിട്ടാൻ പോകില്ല. വീട് കിട്ടിയാൽ തന്നെ വീടിന് മുമ്പടുത്ത് വലിയൊരു ലോഗോ കൂടി ഉണ്ടായിരിക്കുമെന്നർത്ഥം. എങ്ങനെയുണ്ട്? കഴിഞ്ഞിട്ടില്ല, അടുത്ത ഗംഭീര വാർത്തയാണ്. ദാ കാണൂ, എന്തൊരു വാർത്തയാണത്, എന്തൊരു ഭീകര വാർത്തയാണ്. പ്രതിയിൽ നിന്ന് 1.25 ലക്ഷം തട്ടി. 2 SIമാർ ഉൾപ്പെടെ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. കളമശ്ശേരി SIമാരായ സെബാസ്റ്റ്യൻ ചാക്കോ, ഷമീർ എന്നീ പറയുന്ന ആളുകളുടെ പേരോട് കൂടിയിട്ട്. 2 കൈക്കൂലി വീരൻ തഹസിൽദാർ വിജിലൻസ് പിടിയിലായത് 10 ലക്ഷം. എങ്ങനെയുണ്ട്? വേറെ ഒന്ന്, കുറുപ്പമ്പടി രാജേഷ് കുമാറിനെ പിടികൂടി വിജിലൻസ്. പ്രതി 40,000 രൂപ കൈകെട്ടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിൽ. മദ്യത്തിന് കൈക്കൂലി, പരാതിയിൽ ഇടപെട്ട എക്സൈസ് മന്ത്രി. കഴിഞ്ഞിട്ടില്ല, ഭൂമി തരം മാറ്റൽ 5,000 രൂപ കൈക്കൂലി. മുട്ടത്ര വില്ലേജ് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു, ലാൻഡ് റവന്യൂ കമ്മീഷണർ പിടികൂടി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എത്ര കൈക്കൂലി വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കൈക്കൂലി വെറും 10-85 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഇനി ഇതൊക്കെ ആവാം. ഈ പിടിക്കപ്പെട്ടത് ഇതാണെങ്കിൽ പിടിക്കപ്പെടാത്തത് എത്ര ഉണ്ടായിരിക്കും? മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. ബൈ.